പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഫുൾ A+കാരെയാണ്. ഫുൾ A+. അപ്പൊ ആ ഫുൾ A+ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നോക്കണ്ടേ. പക്ഷെ നമ്മളിപ്പം എന്താ ചെയ്യുന്നത്, ഫുൾ A+ കിട്ടുന്നവരെ മാത്രം നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുള്ളു. പക്ഷേങ്കിൽ അങ്ങനെ പോരാ. 8A+ കിട്ടിയപ്പം ഫുൾ A+ കിട്ടിയ ആളെ ആദരിച്ച് എൻ്റെ കൊച്ച് അന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞു, അമ്മ എനിക്ക് 8A+ കിട്ടിയിട്ടും ഇവര് അന്ന് മേഴ്സി രവി MLA വന്നാണ് നമ്മൾ കണ്ട അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ ആദരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ എന്നോട് പറയാണ്, അമ്മ എനിക്ക് അങ്ങനെ ഫുൾ A+ ആ ഒരു വിഷമം വന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല. പഠിത്തത്തിലോട്ട് ശ്രദ്ധിച്ചു. രണ്ടുപേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇവിടെ പിള്ളേരുടെ പഠിത്തം നന്നായിട്ട് കഷ്ടപ്പെട്ടു. അതിലുപരി ഇവളുടെ കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ തുടങ്ങി. ഇവിടെ അതിലേറെ ഇവളുടെ എന്താ പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ആ റിസൾട്ട് വന്ന ആ പരാജയം കണ്ടപ്പോഴത്തേക്ക് ഇന്റർവ്യൂലൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഊർന്നിരിക്കുകയായിരുന്നു. ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞു പിന്നെ അനങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് ഇത്തോളം ഒരൊറ്റ പ്രാർത്ഥന ഉള്ളായിരുന്നു, എൻ്റെ കുഞ്ഞിന് നെഗറ്റീവായിട്ടുള്ളൊരു ഒരു റിസൾട്ട് ഉണ്ടാവരുത് ദൈവമേ. അവൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലം ദൈവം കൊടുക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. കുഞ്ഞുങ്ങളോട് ഇതാ പറയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുക. ആരുടെ നിർബന്ധത്തിന് പോകരുത്. അച്ഛനമ്മ പറയുന്നത് അല്ല കേൾക്കേണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. വേറൊന്നും അല്ല ഉദ്ദേശിച്ച് പഠനത്തിലേക്ക് പോകുമ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങി ഒരു കുഴപ്പമില്ല, വിജയം ഉണ്ടാവും.